നമ്മൾ ഈ കുട്ടികളെയൊക്കെ ശരിക്കൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം, കറക്റ്റ് വല്ല കോമഡി മൂന്ന് എടുത്തു വെച്ച സീന് പോലത്തെ ഓരോ സംഭവങ്ങളാണ് പലപ്പോഴും അവർ കാണിച്ചു വിടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതുപോലത്തെ കുറേ സംഭവങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇനി വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്യാങ്ങുമായി വരുന്നവൻ ഗ്യാങ്സ്റ്ററും ഒറ്റയ്ക്ക് വരുന്നവൻ മോൺസ്റ്ററും ആണെന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറ്. മോൺസ്റ്റർ അവൻ നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവനാ, ഒരു ഷെഡ്ഡി പോലും. പിന്നെ അവൻ എന്തിനാ ഭയക്കാനാ? കടിമല കടിമല കണ്ടിലായ ചിരമല ചിരമൽ കേട്ടിലായ പണ്ടേ എന്നോടും മിണ്ടില്ല താവില കയ്യാട്ടും മേമേ കണ്ടിലായ ചിരമല ചിരുമല കേട്ടിലായ പണ്ടേ എന്നോടും മിണ്ടില്ല. മേമയെ കാണാനില്ലാത്തത് പിന്നെയും സഹിക്കാം, പക്ഷെ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് ആ ഉമ്മ കുട്ടിയോട് മിണ്ടാത്തത്? എനിക്കതാണ് അറിയേണ്ടത്. എന്തായാലും മേമയെ കണ്ടിട്ടുന്നത് വരെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗൈസ്. ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അതിൻ്റെ മുൻപ് ഇങ്ങനെ ഒരു ടാസ്ക് നേരിടേണ്ടി വരുമെന്ന് ആ കുട്ടി പ്രതീക്ഷിച്ചതേയില്ല. ഇനി അടുത്ത ബർത്ത്ഡേക്ക് മെഴുകുതിരി ഇല്ലാത്ത കേക്ക് ഉണ്ടെങ്കിൽ ആഘോഷിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. സംഭവം അവന് കാര്യമായിട്ട് എന്തൊക്കെയോ വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് അവൻ്റെ അമ്മ ഒരു വിലങ്ങതടിയായത്. അപ്പോൾ സൈക്കിൾ കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടിട്ട് തോന്നുന്നത് ആ കുട്ടി ഒരു പ്രോ സൈക്കിൾ റൈഡർ ആണെന്നാണ്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ക്ലോക്ക് ഗിഫ്റ്റായി കിട്ടിയത് ആ കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ? എന്നാ സംഭവം അതല്ല. എനിക്ക് കവർ മതിയോ? ഇത് ക്ലാസിക്കൽ ഡാൻസ് വിത്ത് ബ്രേക്ക് ഡാൻസ് ആണെന്ന് തോന്നുന്നു. സ്പ്ലിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. എന്തായാലും മഴക്കാലത്ത് ഇതുപോലെ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പുതിയ സ്റ്റെപ്സ് ഒക്കെ പഠിക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചക്ക നല്ല സംസ്കാരിയാണെന്ന് തോന്നുന്നു. ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ അതിൻ്റെ മുറയ്ക്ക് ചെയ്യണമല്ലോ. ഇനി നമുക്ക് നല്ല വെറൈറ്റി രണ്ട് ഭജനക്കാരുടെ കൊട്ടും പാട്ടും കേൾക്കാം. நான் கேட்டது ஆனா அவர் எனக்கு கொடுத்தது. അവര് വിചാരിച്ചത് കുട്ടി പേടിച്ച് വറക്കാന്നൊക്കെയാണ്. പക്ഷെ മൂർഖനെയാണ് അവർ ചവിട്ടിയതെന്ന് പിന്നെയാണ് അവർക്ക് മനസ്സിലായത്.
വിശ്വസിക്കരുത്, ഇനി ഒരുത്തനെയും വിശ്വസിക്കരുത്. ഈ മാജിക് കാണിച്ചു തരാമെന്നും പറഞ്ഞു വന്ന് കുട്ടികളെ പറ്റിക്കുന്നത് ഉമ്മാരുടെയൊക്കെ സ്ഥിരം പരിപാടിയാ. ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ എനിക്ക് ചട്ട നോക്കുന്ന എനിക്ക് ഇഷ്ടമേലിട്ട്. അല്ല പിന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് നമ്മൾ മുഖത്ത് നോക്കി തന്നെ പറയും. അതിപ്പോ ആരോടായാലും. മഴയൊക്കെയാണ് പുറത്തൊന്നും ഇറങ്ങരുത് കേട്ടാ, ചളിയിലും കളിക്കരുത്. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മഴയത്ത് കളിച്ച് എൻജോയ് ചെയ്യുകയായിരുന്നു അവനെ. അവർ പിടിച്ചുകൊണ്ടെന്ന് ഉള്ളിലിട്ടു. എന്നിട്ട് അവനെ ഒന്ന് ഉപദേശിക്കാൻ നോക്കുന്നതാണ്. ചളിയിലും കളിക്കരുത് കേട്ടോ. മഴയത്ത് ഇറങ്ങി പോവരുത്. ഈ പഠിക്കലത്ത് കലമുടക്കുക എന്നൊക്കെ പറയുന്നത് ഇതിന്റെ നല്ല ഉത്തമ ഉദാഹരണം. നമുക്കറിയാം പലരും വീടിന്റെ പുറത്തൊക്കെയായി സേഫ്റ്റിക്ക് വേണ്ടി CCTV വെക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് തന്റെ കുട്ടികളെ അപമാനിക്കാൻ വേണ്ടി വെച്ചതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പഠിച്ചോനെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോന്നാ മതി. തിരിഞ്ഞു നോക്കിയാന്നോ നോക്കി ഇപ്പം പറ്റിയില്ല. വണ്ടി പോരുന്നതാ. തൊട്ട വേക്കലോ നല്ല ചെറിയാണ്. അനക്കുള്ള പണി നമ്മൾ വേറെ തരാം. എന്താ മറ്റോന്? ചാട് ചാട്. ഇല്ല ഒന്നും പറ്റില്ല. ആരും കണ്ടില്ല. വേഗം നീച്ചാടാ ആരും കണ്ടില്ല. ഇത് അടുത്തോന്റെ ചാടുന്ന തുടങ്ങിയല്ലോ. ചാട്. ഒന്നും പറ്റില്ല. അവൻ മണ്ണിൽ റെസ്റ്റ് ചെയ്താണ്. കുഴപ്പമില്ല. ഒട്ടുകച്ചിന്റെ തോല കഴിക്കണ്. തന്റെ കുട്ടികളെ ട്രോളാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല എന്നാണ് പുള്ളി പറയുന്നത്. ചരക്ക് കുറച്ച് മോര് കൊടുത്താലെങ്ങനെ ഉണ്ടാവും നോക്കാം. എന്തായാലും അച്ഛൻ കൊണ്ടുവന്ന് തരുന്നതൊന്നും അപ്പാടെ വിഴുങ്ങരുത് എന്ന് അന്നത്തോടെ ആ കുട്ടിക്ക് മനസ്സിലായി. ഈ നമ്പറൊക്കെ എടുത്തിട്ട് എവിടെ ഒട്ടിച്ചത്? എവിടെ ഒട്ടിച്ചത്? നമ്പറോടൊക്കെ എടുത്തിട്ട് മുമ്പിൽ ഒട്ടിച്ചു വെച്ചു അല്ലേ? അച്ഛന്റെ കുട്ടി ഒറ്റയ്ക്കോ? വേറെ ആരുണ്ടായിരുന്നത്? കണ്ണാപ്പി കുട്ടി കൂടി രണ്ട് ഇതും എടുത്തു, അവിടുത്തെ എടുത്തിട്ടൊക്കെ ഇവിടെ ഒട്ടിച്ചു വെച്ചു അല്ലേ? നല്ല കുട്ടിയോട് കേട്ടോ. സംഭവം അച്ഛന്റെ ബൈക്ക് കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലാക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത് ഒറ്റയ്ക്ക് ചെയ്ത് തീരാത്തോണ്ട് വേറൊരുത്തനെ കൂടി വിളിച്ചു വരുത്തിയിട്ടാണ് അവനത് കംപ്ലീറ്റ് ആക്കിയത്. ആ ഹാർഡ് വർക്ക് എന്തായാലും അച്ഛൻ അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാവൂ. എന്തിനാണെന്നൊക്കെ ഇപ്പൊ കാണാൻ കാത്തിരുന്നോ. ഇപ്പം വെള്ളത്തിൽ ചാടാൻ റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും മുങ്ങാതിരിക്കാനുള്ള സേഫ്റ്റി ഒക്കെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല. Now it's time to paint our toys. Remember, be very careful. A little paint goes a long, long way. ഇതിനോടൊന്നും ചോദിച്ചിട്ട് ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല എന്ന് കുറച്ച് വൈകിട്ടാണെങ്കിലും അവൻ മനസ്സിലാക്കി. ആ തിരിച്ചറിവിന്റെ വെളിച്ചാണ് അവന്റെ മുഖത്ത് കാണുന്നത്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.